ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ മണ്ണാർക്കാട് ഫെസ്റ്റിന് പോയതാണ്. അത് നമ്മൾ ഡോറാബുജിയിലെ മാപ്പ് എടുത്ത് വഴി നോക്കി അങ്ങോട്ട് പോയി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്തി. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറണം. ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് കുറേ മീനുകളാണുള്ളത്. മീനുകൾ പലവിധം, പേരറിയുന്ന മീനുകൾ തൊട്ട് പേരറിയാത്ത മീനുകൾ വരെ പല പല വെറൈറ്റീസ് ആണ് അവിടെ ഉള്ളത്. ശരിയാവും. കുറെ മീനുകൾ ഫാമിലി ആയി നിൽക്കുന്നു, കുറെ മീനുകൾ സിംഗിൾ ആയി നിൽക്കുന്നു. എവരി ഫിഷ് ഹാസ് എ ഡേ എന്നാണല്ലോ, അതുകൊണ്ട് അവർക്കും ഒരു ദിവസം വരും. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ മണ്ടന്മാരാണോ? ഈ ഫെസ്റ്റിന്റെ പേര് പോലെ തന്നെ മറൈൻ ഫിഷ് ആണുള്ളത്, അല്ലാതെ തോട്ടത്തിൽ മുഴത്തൊന്നും മീനിനെ കൊണ്ടുവരില്ലെന്ന് എനിക്കും അറിയാം. അത് വിചാരിച്ച തോട്ടത്തിൽ പുഴയത്തിൽ മീനുകളെ നിങ്ങൾ ചെറുതായി കാണരുത്, ഐ മീൻ നിസ്സാരമായി കാണരുത്, അല്ലാതെ സൈസ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച്. നമ്മൾ പറഞ്ഞപ്പോൾ വേറെ യൂണിവേഴ്സ് എത്തി. ഈ മീനുകളുടെയൊക്കെ ചന്ത ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് സൂപ്പർ സംഭവം. എനിക്ക് ഈ ഫെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗം ഇതാണ് കേട്ടോ. പിന്നെ വേറൊരു അക്വേറിയത്തിൽ പൂച്ചമീൻ ഉണ്ടായിരുന്നു, അതായത് ക്യാറ്റ് ഫിഷ്. അതൊക്കെ കണ്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പോകുമ്പോൾ ഇവന്മാർ നമ്മുടെ മുമ്പിൽ വരും. പണ്ട് ബ്ലൂ വെയിൽ ഗെയിം ഒക്കെ ഉണ്ടായിരുന്നോണ്ട് ഇപ്പൊ ഷാർക്കിനെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. മാപ്പ് പറയാനിരിക്കായിരുന്നു, സോറി. തിരക്ക് കാരണം കുറച്ച് വൈകിപ്പോയി, സോറി. ഞങ്ങൾക്കന്ന് ആള് തെറ്റിയതാ, സോറി. ഇപ്പൊ SI ആയല്ലേ, സോറി. മീനുകൾക്കൊക്കെ മനുഷ്യന്മാരെ കണ്ട് നല്ല പരിചയമായിട്ടുണ്ട്. പെരുന്നാളൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് അത്യാവശ്യത്തിന് നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഇവനെയാണ്. ഇവനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് ഓർമ്മ ഉണ്ടോ? ആള് ചെറിയൊരു സിനിമ നടനൊക്കെ തന്നെയാണ്. എനിക്കാണെങ്കിലോ ഇവിടെയൊക്കെ കണ്ടപ്പോ എന്റെ പൂച്ചക്കുട്ടീനെ വല്ലാതെ മിസ് ചെയ്തു. അവളിത് കാണുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ നടക്കുക? ഒന്നും നടക്കില്ല, അവള് പേടിച്ചോടും. അവിടുന്ന് കുറച്ചും കൂടി പോവുകയാണെങ്കിൽ നമുക്ക് മത്സ്യകന്യകനെ കാണാം. ഇങ്ങോട്ട് പോവാൻ നമുക്ക് ഡോറയുടെ മാപ്പൊന്നും വേണ്ട കേട്ടോ, നേരെ ഇങ്ങോട്ട് പോയാൽ മതി, എത്തും. 2 മത്സ്യകന്യകയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ലേ? കാരണം കന്യക എന്നാണല്ലോ പേര്. ഒന്നും മോഹിപ്പിച്ചിട്ട് അവളാ പോയി, ഞാനൊന്നും കൂടി ഒതുങ്ങിന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അടുത്ത സ്പോട്ടിൽ ചെന്നപ്പോൾ കുറച്ച് മീനുകൾ നമ്മൾ നോക്കി പേടിപ്പിച്ചു. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ നമ്മളിനി പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ, അവരൊരു ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ നമ്മൾ എന്തിനാ വെറുതെ അവരെ പ്രൈവസി കയറി ഇടപെടുന്നു വിചാരിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങിപ്പോന്നു. എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ ഇവിടുന്ന് ഇറങ്ങിയാലും നമുക്ക് വേറെയും കുറെ കാണാനുണ്ട്. ഫസ്റ്റ് നമ്മൾ കണ്ടത് എന്താ, ഒരു റോബോട്ടിക് ഷോ ആണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം മിട്ടു റോബോട്ടിനെ നോക്കിയിരുന്നു. മിട്ടു എന്നുള്ള പേര് ഞാനിട്ടത്. എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? എന്തിന്? പിന്നെ മിട്ടുവിനെ കണ്ടു കഴിഞ്ഞിറങ്ങിയ പിന്നെ ഫുള്ള് ഗെയിംസ് ആണ്. ഗെയിമുകൾ പലവിധം. എല്ലാ ഗെയിമുകളിലും പങ്കെടുക്കണമെന്ന് വളരെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും കൂടി ചില സാങ്കേതിക തകരാറുകൾ മൂലം നമ്മൾ ഒന്നിൽ പോലും പങ്കെടുത്തില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറെ സ്റ്റാളുകളാണ്. അവിടെ എത്രയധികം സ്റ്റാളുകൾ ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് എന്റെ കണ്ണ് നേരെ പോകുന്നത് എവിടേക്കായിരിക്കും? കമ്മലിക്കാണ്. അപ്പോൾ എന്റെ പ്രിയ സഹോദരൻ അതുപോലുള്ള മറ്റു വസ്തുക്കളിൽ നിന്നും എന്റെ കണ്ണുകളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പല പല സാധനങ്ങളും കാണാൻ പറ്റും. എനിക്ക് പേരറിയാവുന്ന 1-2 സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിലൊന്ന് യന്ത്രൂനാല്, പിന്നെ തോണി. ഇനി നിങ്ങൾക്ക്